നമസ്കാരം കൂട്ടുകാർ. അങ്ങനെ ഉണ്ടോണ്ടിരുന്ന നായക്കൊരു വിളി എന്ന് പറഞ്ഞ പോലെ പെട്ടെന്നൊരു ആഗ്രഹം രാമശ്ശേരി ഇഡലി കഴിച്ച. എറണാകുളത്ത് പല സ്ഥലങ്ങളിലും രാമശ്ശേരി ഇഡലി എന്ന് പറഞ്ഞ ബോർഡുകളൊക്കെയുണ്ട്. പക്ഷേ നമുക്കിപ്പോഴും പുലിമടയിൽ ചെന്ന് പുലിയെ ആക്രമിക്കണമെന്നല്ലേ ഇവിടെ. അതുപോലെ എൻ്റെ ഒറിജിനൽ സ്ഥലമായ ഒറിജിനലിടത്ത് തന്നെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ രാവിലെ രാമശ്ശേരി ഇഡലി കഴിക്കാനായി പാലക്കാട് എത്തിയിരിക്കുകയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയ കടയാണ്, കേട്ടറിവുകളേ ഉള്ളൂ. അപ്പോൾ കണ്ടറിയാമെന്ന് വെച്ച് ഞങ്ങളിതാ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പാചകമൊക്കെ കാണാൻ അവർ നമ്മളെ സംബന്ധിച്ച് വീഡിയോ എടുക്കാനൊക്കെ ഒരു പ്രയാസമില്ലായിരുന്നു. ചേച്ചിമാർ അതുണ്ടാക്കുന്ന വിധമൊക്കെ കാണിച്ച് തന്നു. ഒരു ദിവസം അവർക്ക് എന്തോ ഓർഡർ ഉണ്ടായിരുന്നു കുറേ അധികം. അപ്പോൾ 2 ചേച്ചിമാർ കണ്ടിന്യൂസ് നിന്ന് ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ രാമശ്ശേരി ഇഡലി ഉണ്ടാക്കുന്ന ഇങ്ങനെയൊക്കെയാണ്. അവരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ കുറേ നേരം അടുക്കളയിൽ ചെലവഴിച്ചു. ഇതിങ്ങനെയാണ് രാമശ്ശേരി ഇഡലി ഉണ്ടാക്കുന്നത്. രാമശ്ശേരി ഇഡലിയുടെ ഉത്ഭവസ്ഥാനത്ത് തന്നെ വന്ന് രാമശ്ശേരി ഇഡലി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ചേച്ചിമാരൊക്കെ വളരെ ഉത്സാഹത്തോടു കൂടി ദോശ പോലെയുള്ള രാമശ്ശേരി ഇഡലി ഉണ്ടാക്കിയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള ആഹാരങ്ങളാണ്. അതിൻ്റെ നിർമ്മിതി പല വിധത്തിലുമാണ്. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതൊക്കെ കണ്ടെത്തും. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു. രാമശ്ശേരി ഇഡലി കഴിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു പൊടിയുണ്ട്, ഇഡലിപ്പൊടി. അതിൽ നല്ലെണ്ണ ചേർത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് പൊടിയെടുക്കുക, നല്ലെണ്ണ എടുക്കുക, ചാലിക്കുക. ഞാൻ കുറച്ചധികം എടുത്തു. ചുമ്മാ കിട്ടുന്നില്ല. അപ്പം ചുമ്മാ കിട്ടുന്ന എന്തും നമ്മൾ കണക്കിപ്പെടാതെ കഴിക്കും. മനുഷ്യ സഹജമാണ്. അങ്ങനെ വളരെ കൃത്യമായിട്ടത് ഇളക്കി ചാലിച്ച് ചാലിക്കാൻ വെള്ളം എടുക്കുന്നുണ്ട്. കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ഇച്ചിരി മുളക് പൊടി എടുത്ത് എണ്ണയും ചാലിച്ച് കഴിക്കുന്ന ഓർമ്മയ്ക്ക് ഇതും ചാലിച്ച് ഒരു ഇഡലി രാമശ്ശേരി ഇഡലി അങ്ങോട്ട് മുക്കി കഴിച്ച് അടിപൊളി ടേസ്റ്റാണ്.